പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിലെ നിയമവിദ്യാർത്ഥിനിയെ മർദ്ദിച്ച കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫ് പോലീസിൽ കീഴടങ്ങി. പത്തനംതിട്ട ഡിവൈഎസ്പി ഓഫീസിലെത്തിയാണ് കീഴടങ്ങിയത്. സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും ജെയ്സനെ അറസ്റ്റ് ചെയ്യാതിരുന്ന പോലീസ് നടപടിയിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. ഇവരുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, നിയമവിദ്യാർത്ഥിനിയെ അപമാനിച്ച ഡിവൈഎഫ്ഐ നേതാവാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഡിവൈഎഫ്ഐ നേതാവും CPM ഏരിയ കമ്മിറ്റി അംഗവുമാണ് പ്രതി ജെയ്സൺ ജോസഫ്. CPM പെരിനാട് ഏരിയ കമ്മിറ്റി അംഗമാണ് ഇദ്ദേഹം. ഇന്ന് രാവിലെ പത്തനംതിട്ട ഡിവൈഎസ്പി ഓഫീസിലെത്തിയാണ് ഇയാൾ കീഴടങ്ങിയത്. നേരത്തെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇയാളുടെ ജാമ്യാപേക്ഷ നിഷേധിച്ചുവെങ്കിലും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നുള്ള പരാതിയും വ്യാപകമായി ഉയർന്നു വന്നിരുന്നു. രാഷ്ട്രീയ പ്രേരിതമായിട്ട് പോലീസ് അറസ്റ്റ് നടപടികൾ വൈകിപ്പിക്കുകയാണ് എന്നുള്ള വിമർശനമായിരുന്നു ഉയർന്നു വന്നത്. ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കോളേജിൽ നടന്ന സംഘർഷത്തിനിടെ നിയമ വിദ്യാർത്ഥിനിയെ SFI ഡിവൈഎഫ്ഐ നേതാവായ കോളേജിലെ വിദ്യാർത്ഥിയായ ജെയ്സൺ ജോസഫ് മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥിനി ആറന്മുള പോലീസിൽ പരാതി നൽകി. പരാതി ലഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഡിവൈഎഫ്ഐ നേതാവിനെതിരെ പോലീസ് കേസെടുക്കാതിരുന്നതും അന്നും വിവാദമാകുകയുണ്ടായിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് വിദ്യാർത്ഥിനിയുടെ പരാതി ലഭിച്ച് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് അന്ന് ഡിസംബറിലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് പോലീസ് കേസെടുത്തത്. അതേസമയം SFI പ്രവർത്തകരെ ഈ വിദ്യാർത്ഥിനിക്കെതിരെ പരാതി നൽകിയിരുന്നു. വിദ്യാർത്ഥിനിക്കെതിരെ SFIക്കാർ നൽകിയ പരാതിയിൽ മണിക്കൂറുകൾക്കകം പോലീസ് കേസെടുക്കുകയും ചെയ്തു. വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ 3 ദിവസമായിട്ടും പോലീസ് കേസെടുക്കാതിരിക്കുകയും SFIക്കാർ ഇതേ വിദ്യാർത്ഥിനിക്കെതിരെ മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥിനിക്കെതിരെ നൽകിയിരിക്കുന്ന പരാതിയിൽ മണിക്കൂറുകൾക്കകം അന്ന് കേസെടുക്കുകയും ചെയ്തത് വലിയ വിവാദമാവുകയും വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയുമൊക്കെ ചെയ്തിരുന്നു. തുടർന്നാണ് കേസിലെ ജാമ്യാപേക്ഷയുമായി ജെയ്സൺ ജോസഫ് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചത്. ജാമ്യാപേക്ഷ കോടതികൾ തള്ളി. അതിനുശേഷം മാസങ്ങളോളം ജെയ്സൺ ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്യാതെ അദ്ദേഹം സൗര്യവിഹാരം നടത്തി കോളേജിലും ഒപ്പം തന്നെ പൊതു പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെയും പ്രതിഷേധം ശക്തമാക്കി മറ്റ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥികളെല്ലാം രംഗത്തെത്തുകയും ചെയ്തു. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കോളേജിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഇയാളെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധമുണ്ടായി. ഈ പ്രതിഷേധം ഫലം കണ്ടു. ഈ പ്രതിഷേധത്തിന്റെ ഫലമായിട്ട് ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ പത്തനംതിട്ട ഡിവൈഎസ്പി ഓഫീസിലെത്തി ഇന്ന് രാവിലെ ജെയ്സൺ ജോസഫ് മിഥുൻ, ഇവിടെ ഈ ജെയ്സനെ അറസ്റ്റ് ചെയ്തിരുന്ന പോലീസ് നടപടിയിൽ വലിയൊരു വിമർശനം ഉണ്ടായിരുന്നു, വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ ജെയ്സൺ കീഴടങ്ങിയ ഒരു സാഹചര്യം, അത് ഈ ഡിവൈഎഫ്ഐ നേതൃത്വത്തിന്റെ പോലീസിന്റെ അറിവോടെ ഒത്താശയോടെ എന്ന രീതിയിൽ കൂടി വിമർശനം വരികയാണല്ലേ? തീർച്ചയായിട്ടും KP 2-3 ആഴ്ചകൾക്ക് മുൻപാണ് സുപ്രീം കോടതി ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളുന്നത്. അതിനു മുൻപ് തന്നെ ഹൈക്കോടതിയും ജാമ്യാപേക്ഷ തള്ളി. എന്നിട്ടും ഇയാളെ പിടികൂടുന്നില്ല. സ്വൈര്യവിഹാരം നടത്തുന്നു, കോളേജിൽ എത്തുന്നു, കോളേജിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നു, മറ്റ് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നു, രാഷ്ട്രീയ പരിപാടികളിലെല്ലാം വ്യാപകമായി പങ്കെടുക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഈ വിദ്യാർത്ഥിനിയുടെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ പ്രതിപക്ഷ വിദ്യാർത്ഥിനി സംഘടനകളുടെ ഭാഗത്തുനിന്നുമെല്ലാം ഉയർന്നു വന്നിരുന്നു. അന്നൊന്നും ഇദ്ദേഹത്തെ പിടികൂടാനോ അറസ്റ്റ് ചെയ്യാനോ മറ്റ് നടപടികളിലേക്ക് കടക്കാനോ ഒന്നും പോലീസ് തയ്യാറായിരുന്നില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പോലീസ് ഇയാളെ തന്ത്രപരമായിട്ട് സംരക്ഷിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നുള്ള വിമർശനമായിരുന്നു അന്ന് ഉയർന്നു വന്നത്. ആ വിമർശനം ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നത്. പോലീസിന്റെ ഒത്താശയോടുകൂടി പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു കീഴടങ്ങൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. 2 കോടതികളും സുപ്രീം കോടതി വരെ ജാമ്യാപേക്ഷ തള്ളി നാളുകൾ കഴിഞ്ഞിട്ടും ഇയാൾക്ക് സ്വൈര്യവിഹാരം നടത്താൻ പറ്റുന്നു, പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റുന്നു, കോളേജിൽ എത്താൻ പറ്റുന്നു. അപ്പോഴും കോളേജിൽ ഇയാൾ എത്തിയതുമായി ബന്ധപ്പെട്ട് കോളേജിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു കോളേജിൽ നിന്നും 2 ആഴ്ച മുമ്പ് ഇയാളെ പുറത്താക്കുന്ന നടപടി കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് സ്വീകരിക്കേണ്ടി വന്നത്. അതിനും ശേഷം അറസ്റ്റ് നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോയിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല, മറ്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാത്ത സാഹചര്യമുണ്ടായി. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് രാവിലെ പത്തനംതിട്ട ഡിവൈഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങിയിരിക്കുന്നത്. പോലീസിന്റെ ഒരു തന്ത്രപരമായിട്ടുള്ള ഇടപെടൽ ഇക്കാര്യത്തിലുണ്ട്. CPM നേതാവിനെ സംരക്ഷിക്കാനുള്ള ഇടപെടൽ പോലീസ് നടത്തിയിട്ടുണ്ട് എന്നുള്ള വിമർശനമാണ് വ്യാപകമായി ഉയർന്നു വന്നിരിക്കുന്നത്. ആ വിമർശനം ശരിവെക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് ഈ കേസിന്റെ തുടർ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. KP, പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിലെ നിയമ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച കേസിലാണ് ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫ് പോലീസിൽ കീഴടങ്ങിയിരിക്കുന്നത്. പത്തനംതിട്ട ഡിവൈഎസ്പി ഓഫീസിലെത്തിയാണ് കീഴടങ്ങിയത്. സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും ജെയ്സനെ അറസ്റ്റ് ചെയ്തിരുന്ന പോലീസ് നടപടിയിൽ വലിയ വിമർശനമുയർന്നു. ഇപ്പോൾ കീഴടങ്ങിയ ഒരു രീതിയും ഇടതുപക്ഷ നേതാക്കളുടെ പോലീസിന്റെ ഒത്താശയാണ് എന്നുള്ള വിമർശനം തന്നെയാണ് ശക്തമാകുന്നത്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.